Welcome back to our learning channel Nikki Learns and Teaches. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ തവണ ഒരു ഫുൾ ചാപ്റ്റർ ആയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്, എക്സാമിന് വേണ്ടിയിട്ടൊരു ചെറിയ പ്രിപ്പറേഷൻ. അപ്പോൾ ഓരോ ബ്ലോക്കിൽ നിന്നും ഓരോ ചാപ്റ്ററിൽ നിന്നും കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈം വാല്യൂ ആണ്, സമയത്തിൻ്റെ മൂല്യം. സമയത്തിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഒരു ക്യാഷിന് ഒരു വർഷം കഴിഞ്ഞാൽ അതേ മൂല്യമല്ല ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ചില എക്സാമ്പിൾസുകൾ ഇതിനകത്തുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് പ്രസൻറ്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ, ആന്വിറ്റി, ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ എന്നാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഓരോ എക്സാമ്പിൾ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് പോകാം. കഴിഞ്ഞ തവണ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും പറഞ്ഞിരുന്നു, അത് പോയി കാണുക. ആ വീഡിയോയിൽ ലോഗരിതം ആൻറ്റി ലോഗരിതം യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ അത് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല, പെട്ടെന്ന് പറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇല്ലുസ്ട്രേഷൻ 121 പേജ് നമ്പർ 24. കാൽക്കുലേറ്റ് ദ പ്രസൻറ്റ് വാല്യൂ ഫോർ ആൻ ഇൻകം ഓഫ് 10 lakhs ആഫ്റ്റർ 5 years given the interest rate of 9% per annum under annual compounding, under quarterly compounding, under continuous compounding. അപ്പോൾ ആനുവൽ കോമ്പൗണ്ടിങ് എന്താണ്, ക്വാർട്ടർലി എന്താണ്, കണ്ടിന്യൂസ് എന്താണെന്ന് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരത് പോയി കാണുക. ഓക്കെ, അപ്പോൾ എൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. അണ്ടർ ആനുവൽ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു തവണ കോമ്പൗണ്ട് ചെയ്യുന്നതാണ്. ഇതിൽ പ്രസൻറ്റ് വാല്യൂവിന് ഒരു ഇക്വേഷൻ ഉണ്ട്, PV = FV. അതായത് പ്രസൻറ്റ് വാല്യൂവിന് ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു 1+R/n റേസ്ഡ് ടു -NT. ഇവിടെ മൈനസ് വന്നിട്ടുണ്ട്, ഇവിടെ റെസിപ്രോക്കൽ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് പോസിറ്റീവായി കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ താഴത്തെ സ്റ്റെപ്പ് നോക്കുക. 10 lakhs ഇൻറ്റു 1+ ഈ 0.9 എങ്ങനെ കിട്ടിയത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ 100ലാണ്, അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ 0.09 ഡിവൈഡഡ് ബൈ 1 റേസ് ടു -5 വന്നിരിക്കുന്നത്. എങ്ങനെ 5 വന്നേ? N 1 ഒരു വർഷം ആണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. 1 × 5 5 തന്നെയാണ്, -5. ഇനി അതിൻ്റെ റെസിപ്രോക്കൽ, അതായത് നേരെ തിരിച്ചിടുക. 10 ലക്ഷം ഇൻറ്റു 1+ 0.09 താഴേക്ക് വരും. അതായത് മുകളിൽ 1/ അത് കൂട്ടിയിടുന്നതാണ് കേട്ടോ. 1+ 0.09 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവാണ് താഴെ 1.09 എന്ന് കാണുന്നത്. അതിൻ്റെ മുകളിൽ റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവായിട്ട് അവിടെ +5 വരുന്നു. പിന്നെ ലോഗരിതം ആൻറ്റി ലോഗരിതം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതായിരിക്കും നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ. അതായത് 10 ലക്ഷത്തിനെ 1.5386 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് 6,49,931.4. നെക്സ്റ്റ് അണ്ടർ ക്വാർട്ടർലി കോമ്പൗണ്ടിങ്. അത് അറിയാം, വർഷത്തിൽ 4 തവണയാണ്. അപ്പോൾ നേരത്തെ N 1 ആയിരുന്നുവെങ്കിൽ ഇവിടെ 4 ആകും. അതുപോലെ മുകളിൽ -4 × 5 ആകും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നേരത്തെ തന്നെയാണ്. അപ്പോൾ -20 വരും. റെസിപ്രോക്കൽ ചെയ്യുക, തിരിച്ചിട്ടിട്ട് ഗുണിക്കുക, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? താഴെ കൊടുത്തിരിക്കുന്ന ആൻസർ കിട്ടും. 10 ലക്ഷം ഡിവൈഡഡ് ബൈ 1.0225 റേസ് ടു 20. അത് ലോഗരിതം ആൻറ്റി ലോഗരിതം ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് താഴെയുള്ളത്. നോക്കിക്കേ, 10 ലക്ഷം ബൈ 1.560551. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവാണ് 6,40,816.14. 14. അതുപോലെ നെക്സ്റ്റ് കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്. നേരത്തെ പഠിച്ചതാണ്. കണ്ടിന്യൂസ് കോമ്പൗണ്ടിന് ഇക്വേഷന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. FE × E ആണ്. ഇയുടെ വാല്യൂ ആണ് അവിടെ ചേർക്കേണ്ടത്. ഇയുടെ വാല്യൂ 2.71828 ആണ്. അതും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ -NT അല്ല, -RT ആണ്. അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. അത് 0.09 ആണല്ലോ, ഇൻറ്റു 5. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0.45 എന്ന് കിട്ടും. അതായത് 45 എന്ന് കിട്ടും. അത് വെച്ചിട്ട് ലോഗരിതം ആൻറ്റി ലോഗരിതം യൂസ് ചെയ്യുക. കിട്ടുന്ന ആൻസറാണ് 1.568311. അത് ഈ 10 ലക്ഷത്തിനെ ഈ താഴെയുള്ള ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ്
37,628.63. അപ്പോൾ ഈ ഒരു കണക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, റാണി ഹാസ് 9,000 in her bank account and she earns an annual interest for 4%. Find the future value of her account after 5 years. നേരത്തെ പ്രസൻറ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇത്ര വർഷം, അതായത് 5 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന എമൗണ്ട് തന്നിട്ട് ഇന്ന് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത്, അത് ഇങ്ങനെയുള്ള ഓരോ കോമ്പൗണ്ടിങ്ങിൽ എത്ര പൈസ കിട്ടും, ഇതാണ് കൂട്ടിയത്. പക്ഷേ ഇവിടെ പ്രസൻറ്റ് വാല്യൂ തന്നിട്ടുണ്ട്, ഫ്യൂച്ചർ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് നോക്കാം. ഇതിൽ സെയിം ആസ് ആനുവൽ കോമ്പൗണ്ടിങ്, ക്വാർട്ടർലി കോമ്പൗണ്ടിങ്, കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിലും ഇതുപോലെ തന്നെ നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. വർക്കിംഗ് നോട്ടായിട്ട് ചെയ്തു വെക്കുക. എല്ലാവരും ഒരു ടെക്സ്റ്റിൻ്റെ കൂടെ തന്നെ നോട്ടും കാൽക്കുലേറ്ററും കയ്യിൽ വെച്ചോളൂ. ഈ പറഞ്ഞു പോകുമ്പോൾ തന്നെ ചെയ്തു പോവുക, അത് നോക്കിക്കോളൂന്നു. ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുമ്പം നേരത്തെ FV ആണ് അവിടെ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ PV ആണ്. PV × 1 + R/N NT. പിന്നെ ഒരു വ്യത്യാസമുള്ള എന്താ, ഇവിടെ മൈനസ് ഇല്ല, ഇവിടെ പോസിറ്റീവാണ് NT. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ അവിടെ കൊടുക്കുന്നു 9,000. 1 + നേരത്തെ റേറ്റ് എഴുതുക. റേറ്റ് എഴുതി കഴിഞ്ഞിട്ട് 4% ആണല്ലോ, അപ്പോൾ റേറ്റ് എഴുതി /1. പിന്നെ മുകളിൽ 1 × T, അതായത് 1 × 5, അത് 5 തന്നെ കിട്ടും. അടുത്ത സ്റ്റെപ്പ് നോക്കിയേ, 9,000 × 1.04. ഇതൊക്കെ നിങ്ങൾ നോക്കണം, ആഡ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ⁵5. അത് നമ്മൾ ഇതുപോലെ ലോഗരിതം ആൻഡ് ആൻറ്റി ലോഗരിതം യൂസ് ചെയ്യുക. അപ്പം നമുക്ക് അവിടെ ആൻസർ കിട്ടിയത് കണ്ടോ, 10,949.88. അതുപോലെ തന്നെയാണ് അതിൻ്റെ താഴെയുള്ളതും. അത് ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ആണ്. അതായത് എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ മുകളിൽ 1 ഇട്ട് കൊടുത്ത് ഇവിടെ 4 ആണ് ഇടുന്നത്. 4 ഇട്ടിട്ട് ചെയ്ത് നോക്കുക. നേരത്തെ പോലെ തന്നെ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് വരുമ്പം ഈയുടെ വാല്യൂ ആണ് ഉപയോഗിക്കേണ്ടത്. 2.71828. അത് യൂസ് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ നമുക്കവിടെ 10,992.63 എന്ന ഉത്തരം കിട്ടും. ഇനി നമുക്ക് ആന്വിറ്റിയാണ് പറയാനുള്ളത്. പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ആന്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് കാണാം, മനസ്സിലായില്ലെങ്കിൽ. ഓക്കെ. ആന്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത കാലയളവിലുള്ള ആന്വിറ്റിയാണ്. അതായത് ഒരു 10 വർഷത്തേക്ക് ഓരോ മാസവും 500 രൂപ ഇങ്ങോട്ട് ലഭിക്കുക, അല്ലെങ്കിൽ 500 രൂപ അങ്ങോട്ട് അടയ്ക്കുക. ഇങ്ങനെ ഒരു നിശ്ചിത കാലയളവ് ഉണ്ട് ഇതിന്. അതിനാണ് ആന്വിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ടൈപ്സ് ഓഫ് ആന്വിറ്റികളുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഞാൻ പ്രോബ്ലം മാത്രമേ പറയുന്നുള്ളൂ. ഇതിൽ ആന്വിറ്റി സർട്ടൻ ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് പെർച്വൽ ആന്വിറ്റി ഉണ്ട്. അതെന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്തൊരു ആന്വിറ്റിയാണ്. ഇതിൻ്റെ പലിശ മാത്രമേ ലഭിക്കുള്ളൂ. അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് കിട്ടില്ല. ഇത് ഒറ്റ തവണ അങ്ങോട്ട് അടയ്ക്കുന്നു, അതിൻ്റെ പലിശ ഇങ്ങനെ ലൈഫ് ലോങ് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ വേറൊരാൾക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആൾക്ക് കിട്ടും. അതായത് പലിശ മാത്രമേ കിട്ടുള്ളൂ. അതാണ് കണ്ടിജൻറ്റ് ആന്വിറ്റി എന്ന് പറയുന്നത്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത സംഭവത്തിന് ശേഷം മാത്രം ലഭിക്കുന്നതാണ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പെൻഷൻ സ്റ്റാർട്ടിങ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ആയി കഴിഞ്ഞിട്ട് പെൻഷൻ കിട്ടുന്നു. അത് ആ ഒരു സംഭവത്തിന് ശേഷം കിട്ടുന്ന കാര്യമാണ്. അതുപോലെ ഇൻഷുറൻസ് മണി ആഫ്റ്റർ ആക്സിഡൻറ്റ്, ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോൾ മാത്രമാണ് ആ ഒരു ക്യാഷ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയുള്ളതിനാണ് കണ്ടിൻജൻറ്റ് ആന്വിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഓർഡിനറി ആന്വിറ്റി ഉണ്ട്. ഇതിന് ആന്വിറ്റി ഇമ്മീഡിയറ്റ് എന്നും കൂടി പറയുന്നുണ്ട്. ഓരോ കാലയളവിൻ്റെ അവസാനത്തിൽ തുക അടയ്ക്കുന്ന ഒരു ആന്വിറ്റിയാണിത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു EMI ലോണ്, അങ്ങനെയുള്ള SIP ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ ഒരു ഇത്. അതുപോലെ ആന്വിറ്റി ഡ്യൂ ഉണ്ട്. ഓരോ കാലയളവിൻ്റെ തുടക്കത്തിൽ അടയ്ക്കുന്നത്. അതായത് നമ്മൾ വീടിനൊക്കെ റെൻറ്റ് കൊടുക്കുന്നില്ലേ, ഇതൊക്കെ അതിനകത്ത് പെടുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ. പിന്നെ വാല്യുവേഷൻ ഓഫ് ആന്വിറ്റീസ് ആണ് അടുത്തത്. പേജ് നമ്പർ 28 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ പേഴ്സൺ പേസ് 6,40,000 per annum for 12 years at the rate of 10% per year. Find the annuity. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വ്യക്തി 10% പലിശ നിരക്കിൽ 12 വർഷത്തേക്ക്
പൈസ ഡിപ്പോസിറ്റ് ചെയ്യാണ്. ഒരു വർഷത്തിൽ ഇത്രയും രൂപ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. ഫ്യൂച്ചർ വാല്യൂ ആണ്. ഇവിടെ PMT എന്ന് തന്നിട്ടുണ്ട്. PMT എന്ന് പറഞ്ഞാൽ പീരിയോഡിക് പേയ്മെൻറ്റ് എമൗണ്ട് എന്നാണ്. അതവിടെ തന്നിട്ടുണ്ട് 6,40,000. അതുപോലെ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് FV ഫ്യൂച്ചർ വാല്യൂ FV ഈസ് ഈക്വൽ ടു PMT ഇൻറ്റു 1 പ്ലസ് R റേസ് ടു N മൈനസ് 1 ഡിവൈഡഡ് ബൈ R. ഈ ഒരു ഇക്വേഷൻ ശ്രദ്ധിക്കണം. അതുപോലെ PMT നമുക്ക് ഓരോ എമൗണ്ടും അവിടെ കൊടുക്കാം. PMT 6,40,000 ഒന്ന് അങ്ങനെ തന്നെ. പിന്നെ റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 10% അത് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തു 0.1. അതുപോലെ N എന്ന് പറയുന്നത് ഇവിടെ 12 years ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുകളിൽ 12 കൊടുക്കുക -1. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിയേ, 6,40,000 ആ 1 0.1 കൂടെ കൂട്ടി നെക്സ്റ്റ് റേസ് ടു 12 നിട്ടു -1 താഴെ ആ റേറ്റ് വീണ്ടും എഴുതി. ഈ 1.1 12 തവണ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ലോഗരിതം ആൻഡ് ആൻറ്റി ലോഗരിതം യൂസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് 3.13843 പോയിൻറ്റ് അല്ല -1. അപ്പോൾ 3ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 2.13843 ഡിവൈഡഡ് ബൈ ആ ഒരു പെർസെൻറ്റേജ് അവിടെ ഉണ്ട് 0.1. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 21.384 കിട്ടും. അതുകൊണ്ട് 6,40,000 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് താഴെയുള്ളത്. എത്രയാണത്? 1,36,85,760. 12 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന തുകയാണിത്. ഓക്കെ, അടുത്തത് നമ്മൾ ഡിപ്രീസിയേഷൻ എന്താണെന്ന് പറയാൻ പോവുകയാണ്. ഡിപ്രീസിയേഷൻ എന്താണെന്ന് കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. മൂല്യക്കുറവാണ്. അതായത് ഇതിപ്പം ഒരു ബിൽഡിങ്ങിനോ അതിനൊന്നുമല്ല, സാധാരണയായിട്ട് മെഷീനറികളിലാണ് ഈ ഒരു ഡിപ്രീസിയേഷൻ സംഭവിക്കാറുള്ളത്. പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ നേട്ടങ്ങളും അതിൻ്റെ ദോഷങ്ങളുമാണ്. അതുപോലെ ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ വേണ്ടി 2 തരം മെത്തേഡ് ഉണ്ട്. അതിലൊന്നാമത്തേത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. അതിനെ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നൊക്കെ പറയും. രണ്ടാമത്തേത് ഡിമിനിഷിങ് മെത്തേഡാണ്. നെക്സ്റ്റ് ഈ ബ്ലോക്ക് 1 ലാസ്റ്റ് ചാപ്റ്റർ റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ്, അനുപാതവും സമാനാനുപാതവും, ആ ഒരു ചാപ്റ്ററും കൂടെ നോക്കാം. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. റേഷ്യോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ 2:3, 2 കഴിഞ്ഞിട്ട് 2 കുത്തിട്ടിട്ട് 3 എന്ന് എഴുതുന്നു. ഇതിൽ ഫസ്റ്റിൽ എഴുതിയ ആ ഒരു ടേമിനെ വിളിക്കുന്നത് ആൻറ്റിസെഡൻ്റ് എന്നാണ്. രണ്ടാമത് എഴുതുന്നതിനെ കോൺസിക്വൻ്റ് എന്ന് പറയുന്നു. അതുപോലെ പലതരത്തിലുള്ള റേഷ്യോസ് ഉണ്ട്. സിമ്പിൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഒരു വേരിയബിൾ ഉണ്ടാവുള്ളൂ, 2:3 എന്ന് പറയുന്നത്. ഇത് സിമ്പിൾ റേഷ്യോ ആണ്. ഇനി കോമ്പൗണ്ട് റേഷ്യോ ഉണ്ട്, 2ൽ കൂടുതൽ വരുന്നത്. ഓക്കെ, പിന്നെ കണ്ടിന്യൂഡ് റേഷ്യോയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ 2:3, 4:5 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ നമ്പർ ഇങ്ങനെ വരുന്നു. അതുപോലെ ഈക്വാലൻ്റ് റേഷ്യോസ് ഉണ്ട്. അതെന്ന് പറയുന്നത് 2:3 എന്നാണെങ്കിൽ 2, 2, 4 അടുത്ത റേഷ്യോയിൽ 4 ആയിരിക്കും. ഈ 3, 3, 6 അങ്ങനെയായിരിക്കും. ഇതിനെയാണ് ഈക്വാലൻ്റ് റേഷ്യോസ് എന്ന് പറയുന്നത്. അതുപോലെ റേഷ്യോസിൻ്റെ യൂസസ് നിങ്ങൾ വായിച്ച് നോക്കുക. ഇതിലൊരു പ്രോബ്ലം ഉണ്ട്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് 650 grams ആൻഡ് 26 kg. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ 1 ഗ്രാംസിലോ 1 kgയിലോ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റേഷ്യോ എഴുതുമ്പോൾ അത് കൺവേർട്ട് ചെയ്യണം, സെയിം കൈൻഡ് ആക്കണം. അപ്പോൾ അത് ഗ്രാംസിലേക്ക് മാറ്റുക. 26 kgനെ ഗ്രാംസിലേക്ക് മാറ്റുമ്പോൾ 26,000 gram എന്നായി. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 650 അനുപാതം 26,000 ഈസ് ഈക്വൽ ടു, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ആ ഒരു ആൻറ്റിസെഡൻറ്റിനെ നമ്മൾ മുകളിലിടണം, താഴെ കോൺസിക്വൻ്റ് എഴുതണം. അപ്പോൾ 650 ഡിവൈഡഡ് ബൈ 26,000 എന്നായി. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക്
1/40 എന്ന് കിട്ടും. അതാണ് നമ്മൾ അടുത്ത റേഷ്യോ ആയിട്ട് എഴുതേണ്ടത്. 1:40. അടുത്തത് നിങ്ങൾ വായിച്ചു നോക്കുക. അതുപോലെ 1:33 ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ₹8 to 80 പൈസ. അതായത് ഒന്ന് പൈസയിലും ഒന്ന് റുപ്പീസിലാണ് തന്നിരിക്കുന്നത്. സോ അതിനെ വീണ്ടും നമ്മൾ മാറ്റണം, കൺവേർട്ട് ചെയ്യണം. 8 റുപ്പീസ് എന്നുള്ളത് 800 പൈസ എന്നാക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളത് ചെയ്യുമ്പോൾ 10:1 എന്ന് കിട്ടും. ഇനി ഇതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വന്ന വേറൊരു കണക്കാണ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് 8 gross ആൻഡ് 4 dozen. 8 gross എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അധികം കേൾക്കാത്തൊരു വേർഡായിരിക്കും. ചില ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവും. ഡസൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഗ്രോസ്, ഒരു ഗ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് 12 ഡസൻ. ഒരു ഗ്രോസ് എന്ന് പറഞ്ഞാൽ 144 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ 8 ഗ്രോസ് എന്ന് പറയുമ്പോൾ 144 × 8. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അപ്പോൾ 1 ഗ്രോസ് എന്ന് പറയുന്നത് 144 ആണ്. 144 × 8. 8 ഗ്രോസ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ 8 ഗ്രോസസ് ഈസ് ഈക്വൽ ടു 144 × 8. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 1152 എന്നാണ്. ഈ 1152നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 96 ഡസൻ എന്ന് കിട്ടും. ഇപ്പം നമ്മൾ രണ്ടും ഡസനിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. അതായത് 8 ഗ്രോസും ആൻഡ് 4 ഡസൻ എന്നായിരുന്നു. ഇപ്പം നമ്മൾ 8 ഗ്രോസസ് അനുപാതം 4 ഡസൻസ് ഈക്വൽ ടു 96 ഡസൻസ് അനുപാതം 4 ഡസൻസ്. അത് നമ്മൾ കണക്കിലേക്കും എഴുതുന്നുണ്ട്. 96/4 ഈസ് ഈക്വൽ ടു, ഞാൻ നേരത്തെ പറഞ്ഞു, ആൻറ്റിസിഡൻറ്റ് മുകളിൽ വരണം, കോൺസിക്വൻ്റ് താഴെ വരണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 24/1 എന്ന് കിട്ടും. അതായത് ഇവിടെ അനുപാതത്തിൽ വരുമ്പോൾ 24 ആൻറ്റിസിഡൻ്റ് ആയിട്ടും കോൺസിക്വൻ്റ് 1 ആയിട്ടും വരുന്നു. ഓക്കെ. അതുപോലെ അതിൻ്റെ താഴെ തന്നെ ഇൻ എ മിക്സ്ചർ ഓഫ് ഗോൾഡ് ആൻഡ് കോപ്പർ ആർ ഇൻ ദ റേഷ്യോ 7:3. ഹൗ മച്ച് ആർ ഈച്ച് ഇൻ എ മിക്സ്ചർ ഓഫ് 120 grams? 120 grams ചേർക്കണം. ഇവിടെ ചെയ്യേണ്ടത് ഈ റേഷ്യോ തമ്മിൽ ആദ്യം കൂട്ടണം. 7 3 10. എന്നിട്ട് ഓരോന്നിനെയും വെച്ചിട്ട് ഫ്രാക്ഷൻ ഉണ്ടാക്കണം. 7/10 3/10 എന്നുണ്ടാക്കണം. ഇൻറ്റു 120. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 84 ഗ്രാംസും രണ്ടാമത്തത് കോപ്പറിൻ്റെത് 36 ഗ്രാംസ് എന്നും കിട്ടും. നിങ്ങൾ വായിച്ചു നോക്കുക. ഈ ഒരു റേഷ്യോയിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ പറയാം. If a bus travels 160 km in 4 hours and a train travels 320 km in 5 hours at a uniform speed, then find the ratio of the distance travelled by them in 1 hour. അതായത് മറ്റേതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം, മനസ്സിലാവും കേട്ടോ. ഈ 1 3 6 ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അവരുടെ ചിലവിൻ്റെ ഒക്കെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ ഈസിയാണ്, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇത് പറയാം. റേഷ്യോ ഓഫ് ബസ് സ്പീഡ് അനുപാതം ട്രെയിൻ സ്പീഡ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഈ ഒരു വെഹിക്കിളിനും യൂണിഫോം സ്പീഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 160 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ട് ബസ് കവർ ചെയ്യുമ്പോൾ ട്രെയിൻ 320 കിലോമീറ്റർ 5 മണിക്കൂർ കൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 160/4, അതുപോലെ 320/5, അതാണ് നമ്മുടെ റേഷ്യോ. അത് കഴിയുമ്പോൾ 160-ൽ 4 40 ബ്രഷ് ഉണ്ട്, 320-ൽ 5 64 ബ്രഷ് ഉണ്ട്. അപ്പോൾ നമുക്ക് 40/64 എന്ന് കിട്ടും. വീണ്ടും അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5/8 എന്ന് കിട്ടും. ഓക്കെ. സിംപ്ലിഫൈ ചെയ്യുന്നത് അറിയാമല്ലോ അല്ലേ? 40-ൽ 8 പ്രാവശ്യം, എണ്ണ 5 40 അതുപോലെ എണ്ണ 8 64. അങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ അതിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഗ്രേറ്റർ റേഷ്യോ എമംഗ് ദ റേഷ്യോ എന്ന്. അതിൽ ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കാനാണ്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക, അതിൻ്റെ LCM കണ്ടുപിടിക്കണം ആദ്യം. LCM വെച്ചിട്ട് ഓരോ റേഷ്യോനെയും ഫ്രാക്ഷനിലേക്ക് മാറ്റിയിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് വരണം. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യകൾ കിട്ടും. താഴെ കണ്ടോ, ഇൻ അസെൻഡിങ് ഓർഡർ വി ഗെറ്റ് 375 എന്നൊക്കെ കിട്ടിയാൽ കണ്ടില്ലേ? 400 960 ഇങ്ങനെ. അത് വെച്ച് നോക്കിയിട്ട് നമ്മൾ അത് ഏതിലാണോ കിട്ടിയത് ആ ഒരു ഫ്രാക്ഷനാണ് ഇവിടെ എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആ റേഷ്യോ കിട്ടും, അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ വേണ്ടി കിട്ടും. ഓക്കെ. അതുപോലെ ഇതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. രമേഷ് ആൻഡ് മഹേഷ് ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ ദ റേഷ്യോ ഓഫ് 4:7.
If both invested an amount of rupees 49,500, then find the investment of മഹേഷ്. ഇവിടെ മഹേഷിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് പേരുടെയും റേഷ്യോ എന്ന് പറയുന്നത് 4:7 ഇതിൽ ബോത്ത് ഇൻവെസ്റ്റഡ് ആണ് എമൗണ്ട് 49,500 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? 1 പാർട്ട് ഓഫ് ദ റേഷ്യോ. ഒരാളുടെ റേഷ്യോ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ എമൗണ്ട് ബൈ ടോട്ടൽ റേഷ്യോ. അതായത് ടോട്ടൽ എമൗണ്ട് 49,500. ടോട്ടൽ റേഷ്യോ എന്ന് പറയുന്നത് 4ഉം 7ഉം കൂടെ കൂട്ടുന്നതാണ്. അപ്പോൾ 11 കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ എന്താ? 1 പാർട്ട് 49,500 ബൈ 11 ആണെങ്കിൽ മഹേഷിൻ്റെത് കണ്ടുപിടിക്കണമെങ്കിൽ എത്ര? മഹേഷിന് 7 ഇവിടെ കൊടുത്തിരിക്കുന്നത് റേഷ്യോ. അപ്പോൾ 7 പാർട്ട് ഉണ്ടല്ലോ, 7 ഇൻറ്റു ആ ഒരു സംഖ്യയും 11. അപ്പോൾ 7 ഇൻറ്റു 49,500 ബൈ 11. അപ്പോൾ നമുക്ക് 31,500 എന്ന് കിട്ടും. അതായത് 31,500 മഹേഷിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം അത്രയാണെന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ പ്രൊപ്പോർഷൻസ് ആണ് പറയുന്നത്. അതായത് അനുപാതം പഠിച്ചു, സമാനാനുപാതം. ഓക്കെ, ഇതിലെങ്ങനെയാണ് വരുന്നത്? ഇതിൽ എക്സാമ്പിൾ കുറേ പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് 4:6 പ്രൊപ്പോർഷൻ 6:9. കണ്ടിന്യൂ ആയിട്ടല്ലേ വരുന്നത്? 6 അവിടെ അവസാനിച്ചു, അടുത്തതിൽ 6 തുടങ്ങി. അടുത്തത് മീൻ പ്രൊപ്പോർഷനാണ്. സെക്കൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നു. ഇതിന് മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നു, സെക്കൻഡ് പ്രൊപ്പോർഷൻ എന്നും പറയുന്നു. രണ്ട് പേരുകളുണ്ട്. അതായത് A:(X) സമം X:(B). അപ്പോൾ x² = AB. അതായത് x √AB. അതായത് ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റിസിഡൻറ്റ് ഡിഫറൻ്റ് ആണ്, കോൺസിക്വൻറ്റും ഡിഫറൻ്റ് ആണ്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ആ ഒരു അനുപാതത്തിൽ എക്സ് വന്നിട്ടുണ്ട്, രണ്ടാമത്തെ അനുപാതത്തിൽ ആദ്യം എക്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് രണ്ടാമത്തെ ഒരു പ്രൊപ്പോർഷൻ സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ √AB ആണ് കാണേണ്ടത്. അത് പ്രോബ്ലം ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. അതുപോലെ തേർഡ് പ്രൊപ്പോർഷൻ പറയുന്നുണ്ട് A:(B) സമമാണ് B:(X) എന്ന്. അതായത് ഇവിടെ ബി ഏകദേശം ഒരുപോലെയാണ്, എയും എക്സും ഡിഫറൻ്റ് ആണ്. തേർഡ് പ്രൊപ്പോർഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ B², X = B²/A. അതുപോലെ ഫോർത്ത് പ്രൊപ്പോർഷൻ ഇതുപോലെ തന്നെയാണ്. ഇവിടെ ബാക്കിയുള്ളതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. നമുക്ക് പേജ് നമ്പർ 47 ഇല്ലസ്ട്രേഷൻ 1-3-18 അതിലൊരു പ്രോബ്ലം ഉണ്ട്. ഇഫ് 72 men complete a work in 24 days, how many men will complete the work in 36 days? അതായത് ഓൾറെഡി 24 ദിവസം കൊണ്ട് 72 ആളുകൾ കംപ്ലീറ്റ് ചെയ്ത ഒരു വർക്ക് വീണ്ടും 36 ദിവസം കൊണ്ട് എത്ര പേര് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അവർ 24 ദിവസം കൊണ്ടാണ് 72 പേര് ചെയ്തു തീർത്തത്. ഇവിടെ 36 ദിവസം കൊണ്ട് എത്ര പേര് ചെയ്യും? അതായത് ഇവിടെ ആളുടെ എണ്ണം കൊടുത്തിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു കാര്യം നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ഇട്ടിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ നമ്മളൊരു ചെറിയൊരു പട്ടിക പോലെ എഴുതുക, ഒരു ടേബിൾ മെൻ ഡേയ്സ്. അപ്പോൾ മെന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ താഴെ 72, അതായത് ആദ്യത്തെ ഒരു ഇതിൽ 72 പേരാണ് പണിയെടുത്തത്. എത്ര ദിവസം? 24. രണ്ടാമത്തേൽ ആളുടെ എണ്ണം തന്നിട്ടില്ല, എക്സ് എന്ന് കൊടുത്തു. അവിടെ എത്ര ദിവസമാണ് പണിയെടുക്കുന്നത്? 36 ദിവസമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അനുപാതം നമ്മൾക്ക് എങ്ങനെ എഴുതാം? 72 അനുപാതം എക്സ്. അതായത് പണിയെടുത്ത ആളുകൾ ആ രണ്ടെണ്ണം, ആൻറ്റിസിഡൻറ്റും കോൺസിക്വൻറ്റും വർക്ക് ചെയ്ത ആളുകളുടെ ഇതിലാണ് വന്നത്. 72 അനുപാതം എക്സ് സമമാണ് 36 ഡേയ്സ് അല്ലേ? അത് പ്രൊപ്പോർഷനാണ് കേട്ടോ. ആ ഡേയ്സ് 24, അനുപാതം 24. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 72 × 24. അതായത് 72 × 24 സമമാണ് 36 എക്സ്. നമ്മൾ വീണ്ടും എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. എക്സ് = 72 × 24/36.
അതിൻ്റെ ആൻസർ നമുക്ക് 48 എന്ന് കിട്ടും. പ്രൊപ്പോർഷൻ്റെ നെക്സ്റ്റ് ഭാഗം അടുത്ത വീഡിയോയിലിടാം. നമുക്ക് സെക്കൻഡ് ബ്ലോക്കിലേക്ക് പോകാം. മാട്രിസസ് എന്ന ഫസ്റ്റ് യൂണിറ്റിലേക്ക്. എന്താണ് മാട്രിക്സ്? മാട്രിക്സ് എന്നാൽ ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു അക്ഷരങ്ങൾ അടങ്ങിയ ഒരു കൂമ്പാരമാണ്. ഇതിൽ റോകളുണ്ട്, കോളംസ് ഉണ്ട്. റോകൾ മീൻസ് വരിയും നിരയും ഉണ്ട്. അതുപോലെ ഇതൊരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് അധികം ഇല്ല ടൈപ്സ് ഓഫ് മാട്രിസസ് ആണ് ഇതിൽ പറയാനുള്ളത്. അത് പെട്ടെന്ന് പറഞ്ഞു പോകാം. അതുപോലെ ഇതിൽ ഓർഡർ ഓഫ് മാട്രിക്സ് ഉണ്ട്. ഈ മാട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഒരു മാട്രിക്സ് വരയ്ക്കുമ്പോൾ ഇതിനകത്ത് കോളമാണ് നമ്മൾ ഫസ്റ്റ് ഓർഡറിൽ എഴുതുന്നത്. ഇപ്പോൾ താഴേക്ക് ഇങ്ങനെ 1 2 3 എന്നാണെങ്കിൽ ആദ്യം ഓർഡർ എഴുതുമ്പോൾ 3 എന്ന് എഴുതും. ഇനി റോ ആയിട്ട് വരുന്നത് അടുത്ത ഒരൊറ്റ ഭാഗം കൂടെ വരികയാണെങ്കിൽ, അതായത് 1 2 3 എന്ന് താഴേക്കും ഇപ്പുറത്ത് 4 5 6 എന്നാണെങ്കിൽ 3 × 2 എന്നാണ് എഴുതുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു മാട്രിക്സിൻ്റെ ഓർഡർ വരുന്നത്. ഈ ടൈപ്സ് ഓഫ് മാട്രിക്സ് ആണ്. പലതരത്തിലുള്ള മാട്രിക്സുകളുണ്ട്. പെട്ടെന്ന് പറഞ്ഞു പോകാം. കോളം മാട്രിക്സ് പേര് പോലെ തന്നെ ഇത് താഴേക്ക് മാത്രമാണ് വരിക. ഒരൊറ്റ കോളമായിട്ട് മാത്രം. കോളം 3 എണ്ണം ഉണ്ടാവും, റോ ഉണ്ടാവില്ല അതിനകത്ത്. അതാണ് കോളം മാട്രിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ 1/2 5 ഈ ഒരു ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് റോ മാട്രിക്സ് ആണ്. റോ മാട്രിക്സ് അതിൻ്റെ തന്നെ പേര് പോലെ തന്നെ റോ ആയിട്ടാണ് പോകുന്നത്, കോളം ഇല്ല. 1 2 3 എന്നിങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ എഴുതി പോകുന്നു. അടുത്തത് സ്ക്വയർ മാട്രിക്സ് ആണ്. സ്ക്വയർ മാട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്പിലാണുള്ളത്. എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ടല്ലോ, 3 6 1 3 4 7 9 2 4. അതുപോലെ അത് 3 × 3 എന്നാണ് അതിൻ്റെ ഓർഡർ വരുന്നത്. താഴെ കണ്ടോ A B C D, ഇത് 2 2ലാണ് വരുന്നത്. ഇങ്ങനെ വരുന്നതിനാണ് സ്ക്വയർ മാട്രിക്സ് എന്ന് പറയുന്നത്. ഇനി റെക്റ്റാങ്കുലർ മാട്രിക്സ് നോക്കിയേ. എക്സാമ്പിൾ 2 6 8 1 4 7. ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 2 കോളവും 3 റോയും വന്നിട്ടുണ്ട്. അപ്പോൾ 2 × 3 എന്നാണ് ഇതിൻ്റെ ഓർഡർ വരുന്നത്, റെക്റ്റാങ്കുലർ മാട്രിക്സ്. നെക്സ്റ്റ് ഡയഗണൽ മാട്രിക്സ്. എക്സാമ്പിൾ 3 0 0 0 1 0 0 0 4. ഇവിടെ കണ്ടോ ഡയഗണൽ ഷേപ്പിലാണ്. 3 1 4 ആ ഒരു ഡയഗണൽ പോലെ വന്ന് കണ്ടോ. അവിടെ മാത്രമാണ് നമുക്ക് മൂല്യം തന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ 0 വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡയഗണൽ ഇതിൽ മാത്രം വാല്യൂ തന്നിട്ടുണ്ട്, ബാക്കിയൊക്കെ 0 വരുന്നത്. ഇങ്ങനെ ഇതും നമ്മളിതിൻ്റെ ഓർഡർ 3 × 3 തന്നെയാണ്. ഇതിൽ ലീഡിങ് ഡയഗണൽ ഈസ് 3 1 4. അതുപോലെ താഴെ തന്നിട്ടുണ്ട് A0 0 D. അവിടെ ലീഡിങ് ഡയഗണൽ ഏതാ വരുന്നത്? AD ആണ്, ബാക്കിയൊക്കെ 0 ആണ്. ഇനി സ്കേലർ മാട്രിക്സ് ആണ്. സ്കേലർ മാട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഡയഗണലായിട്ട് വരുന്ന സ്ക്വയർ മാട്രിക്സ് തന്നെയാണ്. സ്ക്വയർ മാട്രിക്സ് ആണെങ്കിലും ഇതിൻ്റെ ഡയഗണലായിട്ട് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, 3 3 3. ബാക്കിയൊക്കെ 0 വാല്യൂസ് ആണ്. ഇതിൻ്റെ ഓർഡറും 3 × 3 ആണ്. ഓക്കെ, അത് 2 എണ്ണത്തിലും വരുന്നുണ്ട്. അടുത്തത് സീറോ മാട്രിക്സ് ആണ്. സീറോ മാട്രിക്സ് പേര് പോലെ തന്നെ എല്ലാ വാല്യൂവും 0 ആയിരിക്കും. 3 × 3 ആണ് ഓർഡർ വരുന്നത്, അല്ലെങ്കിൽ 2 × 2 സ്ക്വയർ മാട്രിക്സ് തന്നെയാണ്. യൂണിറ്റ് മാട്രിക്സ്, അതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ഐഡൻറ്റിറ്റി മാട്രിക്സ്. ഇതും ഡയഗണൽ മാട്രിക്സ് പോലെ തന്നെ ആ ഡയഗണലായിട്ട് വരുന്നതിൻ്റെ വാല്യൂ 1 ആയിരിക്കും, ബാക്കിയൊക്കെ 0 ആയിരിക്കും, വേറെ ഒരു നമ്പറും അവിടെ വരില്ല. ഇങ്ങനെ വരുന്നതിനാണ് ഐഡൻറ്റിറ്റി മാട്രിക്സ് എന്ന് പറയുന്നത്. 1 1 1 എന്ന് 3 എണ്ണം ഒരേപോലെ ഇങ്ങനെ വരുന്നു. താഴെ കണ്ടോ സ്ക്വയർ മാട്രിക്സ് തന്നെയാണ്, 2 എണ്ണേ ഉള്ളൂ, കോളമും റോയും 2 × 2. ഇതിലും വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ ഐഡൻറ്റിറ്റി മാട്രിക്സ് ഇപ്പോൾ നമുക്ക് ഒരു 1 0 0 1 അതിനെ നമുക്ക് എന്തെഴുതാം? അതിൻ്റെ കോളത്തിൻ്റെ എണ്ണം കണക്കാക്കിയിട്ട് 2 എന്ന് എഴുതാം. അതായത് I2 ആണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഐഡൻറ്റിറ്റി മാട്രിക്സ് എന്നതിൻ്റെ I ആണ് ഡിനോട്ട് ചെയ്യുന്നത്. I2 = 1 0 0 1. മാട്രിക്സ് കണ്ടില്ലേ? അതുപോലെ താഴത്ത് നോക്കിയേ, ഡയഗണലായിട്ട് 1 1 1 വരുന്നുണ്ട്, ബാക്കിയൊക്കെ 0 മൂല്യമാണ്. ഇവിടെ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3 × 3 ആണ്. അവിടെ അതുപോലെ ഐഡൻറ്റിറ്റി മാട്രിക്സിൻ്റെ L3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ട്രയാങ്കുലർ മാട്രിക്സ് ആണ്. ട്രയാങ്കുലർ മാട്രിക്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മാട്രിക്സ് തന്നെയാണ്.
പക്ഷേ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അപ്പർ ട്രയാങ്കുലറും ഒന്ന് ലോവർ ട്രയാങ്കുലറും ഉണ്ട്. അത് ആ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 1 2 3 അവിടെ വാല്യൂ എഴുതിയിട്ടുണ്ട് 0 4 5. അതായത് ഡയഗണലായിട്ട് വരുന്നതിൻ്റെ മുകളിൽ വാല്യൂ വരികയും താഴെ 0 വാല്യൂ വരികയും ചെയ്യുന്നതിനെ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് എന്ന് പറയുന്നു. നേരെ തിരിച്ച് താഴെ മൂല്യങ്ങൾ വരികയും മുകളിൽ 0 വാല്യൂ വരികയും ചെയ്യുന്നതിനെ ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് എന്ന് പറയുന്നു. അടുത്തത് ട്രാൻസ്പോസ് ഓഫ് എ മാട്രിക്സ് ആണ്. ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു മാട്രിക്സിനെയാണ് എ എന്ന് പറയുന്നത്. എ ഈസ് ഈക്വൽ ടു 2 4 6 താഴെ 1 3 5. ഇതിനെ കണ്ടോ, ട്രാൻസ്പോസ് ചെയ്തു. ദെൻ എ റേസ് ടു ടി, എ ടി എന്ന് പറഞ്ഞത് എ ട്രാൻസ്പോസ് ആണ്. ട്രാൻസ്പോസ് ചെയ്തു എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എ ടി. ഇത് നേരെ തിരിച്ചിട്ടു. അതായത് ഇവിടെ നിരകളാണ്, അതായത് റോസ് ആയിരുന്നു 3 ഉണ്ടായിരുന്നത്. കോളം എന്ന് പറയുന്നത് 2 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അടുത്ത ട്രാൻസ്പോസ് ചെയ്തപ്പോൾ കോളം 3 ആയി, റോ 2 ആയി. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. അതിന് താഴെ വേറെ ഒന്നും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെറ്റ് എ 11 12 13 എന്നുള്ളത് നേരെ ഇപ്പുറത്ത് വന്നപ്പോൾ കണ്ടോ, അത് കോളമത്തിലേക്ക് പോയി. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. പിന്നെ സിമെട്രിക് മാട്രിക്സ് ആൻഡ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എക്സാമ്പിൾ തന്നെ കൊടുത്തിട്ടുണ്ട്. മാട്രിക്സ് എ 3 -1 1 -1 2 5 1 5 -2 കണ്ടോ. അത് അതുപോലെ തന്നെ താഴേക്ക് ട്രാൻസ്പോസ് ചെയ്ത് എഴുതിയതാണ്. അതായത് കോളമിനെ റോയാക്കിയിട്ടും റോയിനെ കോളമാക്കി എഴുതി. പക്ഷേ അവിടെ ആ മൂല്യത്തിന് ചേഞ്ച് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതൊരു പോസിറ്റീവായിട്ടുള്ള സിമെട്രിക്കാണ്. അപ്പോൾ ഇതിനെ സിമെട്രിക് എന്ന് പറയുന്നു. ഇനി അടുത്തത് നോക്കിയേ, ഇവിടെ 0 2 -3 -2 0 5. അതിനെ ഇതുപോലെ തിരിച്ചെഴുതിയപ്പോൾ ട്രാൻസ്പോസ് ചെയ്ത് എഴുതിയപ്പം വാല്യൂ എല്ലാം മാറിപ്പോയി. അപ്പോൾ അതിൻ്റെ എ ട്രാൻസ്പോസ് എന്താണ്? മൈനസായി. ഇതാണ് സ്ക്യൂ സിമെട്രിക്. ഇതിൽ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുവാണെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയാം. എ എന്ന് പറയുന്നത് മാട്രിക്സ് ആണല്ലോ. എ -1 7 1 താഴെ 2 3 4 5 0 5. ഇതിന് ട്രാൻസ്പോസ് എങ്ങനെ വരും? നേരെ തിരിച്ച് കോളമൊക്കെ റോയാക്കും, റോയൊക്കെ കോളമാക്കും. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഇത് സിമെട്രിക് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? എ പ്ലസ് എ ടി എന്ന് കൊടുക്കുക. എ പ്ലസ് എ ടി, അതായത് ആദ്യത്തെ എയിലും എ ടിയിലുമുള്ള സെയിം വാല്യൂ നമ്മൾ പ്ലസ് ചെയ്യണം. അപ്പോൾ -1 + -1 -2 7 2 9 1 5 6. അതുപോലെ 2 7 9 3 3 6 4 0 4. താഴെ 5 1 6 0 4 4 5 5 10. നോക്കിക്കേ, സെയിം അല്ലേ വന്നിരിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെയിമാണ്. റോയും കോളും ഒക്കെ ഒരേപോലെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഹാഫ് കണ്ടു നോക്കുക. 1/2 എ പ്ലസ് എ ടി, അതായത് ട്രാൻസ്പോസ്. അപ്പോൾ ഇത് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ഈ സെയിം ഇത് കിട്ടണം, അതുപോലെ തന്നെ കിട്ടണം. ഇത് കൂട്ടി നോക്കുമ്പോഴും ഇതിൻ്റെ പകുതി കാണുമ്പോഴും ഒക്കെ ഇതുപോലെ ഒരുപോലെ കിട്ടണം. -1 അടുത്തത് അതിൻ്റെ പകുതി കാണാനാണേ. അപ്പോൾ -2ൻ്റെ പകുതി -1. 9ൻ്റെ പകുതി എത്രയാണ്? 9/2. 6ൻ്റെ പകുതി 3. അതുപോലെ 9/2 3 2 3 2 5. സെയിം അല്ലേ കിട്ടിയിരിക്കുന്നത്? കോളമും റോയും ഒക്കെ ഒരുപോലെയല്ലേ വന്നിരിക്കുന്നത്? -1 9/2 3 അങ്ങനെ തന്നെയല്ലേ അങ്ങോട്ടേക്കും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സിമെട്രി മാട്രിക്സ് ആണ്. അടുത്തത് നമ്മൾ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് നോക്കുക. അതായത് ഇത് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നു. ഈ സെയിം ഇത് തന്നെ വെക്കുകയാണെങ്കിൽ അപ്പോൾ 0 5 4 -5 0 4 4 -4 0. ഇത് കാണുമ്പോൾ ഇത് അതുപോലെയല്ല കിട്ടുന്നത്. ഇപ്പുറത്തേക്ക് നോക്കിക്കേ, എ മൈനസ് എ ടി, അതായത് ഇവിടെ പ്ലസ് അല്ല ചെയ്യേണ്ടത്, മൈനസ് ആണ് ചെയ്യേണ്ടത്. മൈനസ് ആണല്ലോ വരുന്നത്. അപ്പോൾ മൈനസ് ചെയ്ത് വെക്കുക. അപ്പോൾ കിട്ടുന്ന ഉത്തരം ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് സ്ക്യൂ സിമെട്രിക് ആണ്. ഇത് പോസിറ്റീവായിട്ട് വരുന്നില്ല, മറ്റത് ഒരുപോലെയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓർത്തോഗണൽ മാട്രിക്സ് ആണ്. ഇതും ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതും ഐഡൻറ്റിറ്റി മാട്രിക്സ് പോലെ വരും.
അതായത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഡയഗണലായിട്ട് വരുമ്പോൾ 1 ആയിരിക്കും അതിൻ്റെ വാല്യൂ വരുന്നത്. നെക്സ്റ്റ് ട്രേസ് ഓഫ് എ മാട്രിക്സ് ആണ്. ഇതിൽ ഈ ഒരു മാട്രിക്സിൽ 1 -5 7 0 7 9 11 8 9 ഇത് കണ്ടോ, ഡയഗണലായിട്ട് വരുന്നത്. ഡയഗണലായിട്ടുള്ള എലമെൻസിൻ്റെ ഇതെടുത്ത് കഴിഞ്ഞാൽ ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 + 7 + 9 17 എന്ന് കിട്ടുന്നു. മറ്റതൊക്കെ വ്യത്യാസമാണ്, അത് റോയും കോളൊക്കെ എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷേ ഇതൊരു സ്ക്വയർ മാട്രിക്സ് തന്നെയാണ്. ഇങ്ങനെ കിട്ടുന്നതിനാണ് ട്രേസ് ഓഫ് എ മാട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഐഡംപൊട്ടൻറ്റ് മാട്രിക്സ് ആണ്. ഇതും സ്ക്വയർ മാട്രിക്സ് തന്നെയാണ്. ഈ മാട്രിക്സിൻ്റെ എ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് എ തന്നെയായിരിക്കും. അതുപോലെ നീൽപൊട്ടൻ്റ് മാട്രിക്സ് എന്ന് പറയുന്നത് 0 വാല്യൂ ആയിരിക്കും. പിന്നെ ഈക്വാലിറ്റി ഓഫ് മാട്രിക്സ് ആണ് ലാസ്റ്റ് പാർട്ട്. അത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, 5 2 3 1. അത് സമമാണ് 5 2 3 1. അത് തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈക്വൽ ആകില്ല. അത് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഇഫ് എക്സ് വൈ കോളം കൊടുത്തിട്ടുണ്ടോ ഈസ് ഈക്വൽ ടു 6 2, അതായത് എക്സ് 6ഉം വൈ 2 ആണ്. ഇതാണ് ഈ ഈക്വാലിറ്റി ഓഫ് മാട്രിക്സസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. അടുത്തത് ഈ ഒരു വീഡിയോയിൽ ഈ മാട്രിക്സസിൻ്റെ ഓപ്പറേഷൻസ് മൊത്തം ഉൾപ്പെടുത്താൻ പറ്റില്ല. സോ അത് അടുത്ത വീഡിയോയിലേക്ക് ആക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. ഫൈൻഡ് എക്സ് വൈ സെഡ്, പേജ് നമ്പർ 82-ലാണ്, 2-2-13 ക്വസ്റ്റ്യൻ. ഫൈൻഡ് എക്സ് വൈ സെഡ് ആൻഡ് W ഇഫ് 3, അവിടെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. എക്സ് വൈ സെഡ് W, അതൊരു മാട്രിക്സ് ആണ്. ഈക്വൽ എക്സ് 6 -1 2W പ്ലസ് ആ മാട്രിക്സിനെ വേറൊരു മാട്രിക്സ് കൊണ്ട് പ്ലസ് 4 x + y z + W 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിതിനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ഈ 3 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ 3x, അതുപോലെ 3y 3z 3W. അപ്പോൾ അതവിടെ കംപ്ലീറ്റ് ആയി. ഈക്വൽ മറ്റേത് എഴുതുക, x 6 -1 2W പ്ലസ് 4x + y z + W 3. നെക്സ്റ്റ് സ്റ്റെപ്പിൽ x + 4 എന്ന് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? ആ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തുള്ള എക്സ് 6 ഇല്ലേ, ആ ഒരു മാട്രിക്സും ഈ പ്ലസിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ആ മാട്രിക്സിലെയും കൂടെ ആഡ് ചെയ്തതാണ് x + 4. അതുപോലെ 6 കഴിഞ്ഞിട്ട് പ്ലസ് x + y. ഇനി ഇപ്പുറത്തുള്ള -1ഉം ഇപ്പുറത്തുള്ള സെഡും -1 + z + W. അപ്പുറത്തുള്ള 2W + 3. ഇപ്പോൾ എല്ലാം പ്ലസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ മാട്രിക്സസ് ഈക്വൽ ആക്കി. ഇനി എന്താണ് ചെയ്യേണ്ടത്? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, ഡബ്ല്യുവിൻ്റെ കണ്ടുപിടിക്കണം, സെഡിൻ്റെ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമ്മൾ ആ ഇക്വേഷനിൽ നിന്നും 3x = x + 4 എന്നെടുക്കുന്നു. ഇപ്പോൾ 3x ഇപ്പുറത്തുണ്ട്, x + 4 ഇപ്പുറത്തുണ്ട്. ഇപ്പോൾ ഈ ഒരു എക്സിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ, അതായത് 3x - x = 4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 3x എന്ന x പോയാൽ എത്രയാണ്? 2x. അപ്പോൾ 2x = 4 എന്ന് വരും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? x = 4/2. അതായത് ഇപ്പുറത്ത് 2 ആണെങ്കിൽ അത് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ആവും. അപ്പോൾ 4/2. ആൻസർ 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഇനി അടുത്ത ഒരു കണക്കിലേക്ക് നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ ആഡ് ചെയ്യാമല്ലോ. അതായത് y ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. 3y = 6 + x + y. ഇവിടെ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. എക്സിൻ്റെ വാല്യൂ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കൊടുക്കാം. അതുപോലെ തന്നെ വൈനെ ഇപ്പുറത്തേക്ക്, ഇവിടെ ഇരിക്കുന്ന വൈനെ ഇപ്പുറത്ത് കൊണ്ടുവരാം. 3y - y, ഇപ്പുറത്ത് പ്ലസ് ആയിരുന്നു, ഇവിടെ എത്തുമ്പോൾ മൈനസ് ആയി. അപ്പോൾ 3y നിന്ന് y പോയി കഴിഞ്ഞാൽ 2y ആയി. അതുപോലെ അപ്പുറത്ത് എക്സിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, സോ അവിടെ എക്സിൻ്റെ വാല്യൂ തന്നെ കൊടുക്കാം. എക്സിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 6 + 2, അത് കൂട്ടി എഴുതണം, 8. അപ്പോൾ 2y = 8 എന്ന് കിട്ടി. ഇനി y കണ്ടുപിടിക്കാൻ ഈസി അല്ലേ. 8/2
2. അപ്പം 4 എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 2 എന്നും വൈയുടെ വാല്യൂ 4 എന്നും കിട്ടി. അടുത്തത് നമുക്ക് Z ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ Z കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. 3Z is equal to 1 plus Z plus W. ഇതിലിപ്പോൾ Z-ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് തൽക്കാലം ഇവിടെ നിർത്തി വെച്ചിട്ട് നമ്മൾ അടുത്തതിലേക്ക് പോവുക. അതായത് W-ൻ്റെത് കണ്ടുപിടിക്കുക. 3W ഈക്വൽ ടു 2W plus 3. ആ ഇക്വേഷൻ എടുത്ത് എഴുതിയതാണേ, ഓർക്കണം. അപ്പോൾ 3W ഇപ്പുറത്ത് W ഇങ്ങോട്ട് കൊണ്ടുവരണം, മൈനസ് ചെയ്യണം. 3W നിന്നും 2W മൈനസ് ചെയ്താൽ 1W. അതായത് 1W ഈസ് ഈക്വൽ ടു 3. നമുക്ക് ഈസി ആയിട്ട് കിട്ടി. അപ്പോൾ W എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇനി നമുക്ക് Z-ൻ്റെ കണ്ടുപിടിക്കാമല്ലോ. 3Z ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്ലസ് Z പ്ലസ് W. ഇപ്പോൾ Z-ൻ്റെ സ്ഥാനത്ത് W-യുടെ സ്ഥാനത്ത് നമുക്ക് അതിൻ്റെ വാല്യൂ കൊടുക്കാം 3. അതുപോലെ Z എടുത്തിട്ട് ഇപ്പുറത്ത് കൊണ്ടുവന്ന് മൈനസ് ചെയ്യാം. 3 Z-ൽ നിന്നും 1 Z പോയി കഴിഞ്ഞാൽ 2 Z ആയി. ഈസ് ഈക്വൽ ടു -1 പ്ലസ് 3. അതായത് -1 3-ൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് 2 ആണ്. വലുതിൻ്റെ ചിഹ്നം പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് +2 ആണ്. ഇനി Z ഈസ് ഈക്വൽ ടു 2. ഇപ്പുറത്തുള്ള 2-നെ താഴെ കൊണ്ടുവരണം. 2/2 ഈസ് ഈക്വൽ ടു 1. ഇപ്പോൾ എല്ലാത്തിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. X ഈസ് ഈക്വൽ ടു 2, Y ഈസ് ഈക്വൽ ടു 4, Z ഈക്വൽ ടു 1, W ഈസ് ഈക്വൽ ടു 3. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ്.